ഒത്തിരിയേറെ വ്യത്യസ്തങ്ങളായ ദൈവവിളി അനുഭവങ്ങളും ഈ ദൈവവിളി അനുഭവങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ മാതാപിതാക്കൾക്കുള്ള പങ്കുമാണ് ഗ്രീൻ റൂമിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് നമുക്ക് വേണ്ടി പോവുക എന്ന ചോദ്യത്തിന് പ്രത്യുത്തരമേകിക്കൊണ്ട് സ്വന്തം ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കുന്ന ഓരോ ദൈവവിളികളെയും നാം കേട്ടുകഴിഞ്ഞു. ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത് അമലോത്ഭവ മാതാവിൻ്റെ ആത്മീയ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന MSMI സന്യാസ സമൂഹത്തിലേക്കാണ്. അവിടെയുള്ള സിസ്റ്റേഴ്സും അവരുടെ മാതാപിതാക്കളും ഒത്തിരി വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മെ കാത്തിരിപ്പുണ്ട്. ആലുവയിലുള്ള MSMI കോൺവെൻറ്റിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഞങ്ങൾ MSMI സിസ്റ്റേഴ്സിനെയൊക്കെ കാണാൻ വേണ്ടി വന്നപ്പോൾ നമുക്ക് കറക്റ്റ് പ്രൊവിൻഷ്യാളമ്മേനെ തന്നെ കാണാൻ പറ്റി. അപ്പോൾ സിസ്റ്ററിനെ ഒന്ന് പരിചയപ്പെടുത്തുമോ? എൻ്റെ പേര് സിസ്റ്റർ ഡെൽസി ഫിലിപ്പ്, MSMI കോൺഗ്രിഗേഷൻ അംഗം. ഈ കാലം ഇപ്പോൾ 6ാമത്തെ വർഷമാണ് മേരിമാതാ പ്രോവിൻസ് കോഴിക്കോടിൻ്റെ പ്രൊവിൻഷ്യൽ സൂപ്പീരിയറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ഇത് കോൺവെൻറ്റ് പ്രൊവിൻഷ്യൽ ഹൗസ് അല്ലല്ലോ സിസ്റ്റർ? അല്ല, പ്രൊവിൻഷ്യൽ ഹൗസ് കോഴിക്കോടാണ്. കോഴിക്കോട് താമരശ്ശേരി രൂപതയിൽ പാറോപ്പടി ഇടവകയിലാണ് പ്രൊവിൻഷ്യൽ ഹൗസ്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ ഞങ്ങളുടെ നിത്യവ്രതത്തിന് ഒരുങ്ങുന്ന സിസ്റ്റേഴ്സ് ഒരു ഫോർമേഷൻ ഉണ്ട്, 1 ഇയർ തിയോളജി പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ജൂനിയർ സിസ്റ്റേഴ്സിന് വേണ്ടിയുള്ളൊരു ഹൗസാണിത്. സിസ്റ്ററെ, MSMI സഭയെ പറ്റിയും അതിൻ്റെ കാരിസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? MSMI എന്ന് പറഞ്ഞാൽ മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്നാണ് അതിൻ്റെ പൂർണ്ണ നെയിം. വിമല മേരി മിഷണറി സഹോദരികൾ. ഇത് കൊളത്തുവയൽ താമരശ്ശേരി രൂപതയിൽപ്പെട്ട കൊളത്തുവയൽ എന്ന ഇടവകയിൽ 1962 സെപ്റ്റംബർ 8 തീയതി തുടങ്ങിയ ഒരു സന്യാസിനി സമൂഹമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മോൺസിഞ്ഞർ CJ വർക്കി. അച്ഛൻ താമരശ്ശേരി രൂപതയിൽ അംഗമായിരുന്ന സമയത്താണ്, കൊളത്തുവയിൽ ഒരു 16 വർഷം വികാരിയായിട്ട് സേവനം ചെയ്യുന്ന സമയത്താണ് അച്ഛന് വലിയൊരു പ്രചോദനം കിട്ടി. കാരണം ആ കാലഘട്ടത്തിൽ ഒത്തിരി സ്ത്രീകൾ കുടുംബങ്ങളിൽ വിഷമിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു. ഇപ്പോൾ ഒരു വൈദികന് കടന്നു ചെല്ലാൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് സിസ്റ്റേഴ്സിനാണെങ്കിൽ പോകാൻ പറ്റും. പ്രത്യേകിച്ച് കുടുംബങ്ങളെ കുറേ കൂടെ ഈശോടെ രക്ഷിക്കുന്ന സ്നേഹത്തിലേക്ക് എത്തിക്കണമെന്ന് വലിയൊരു ആഗ്രഹം അച്ഛനുണ്ടായി. അങ്ങനെ അച്ഛൻ അന്നത്തെ പിതാവായിരുന്നു വള്ളോപ്പള്ളി പിതാവ്, സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിനെ ഇത് അറിയിച്ചു. അങ്ങനെ റോമിൽ നിന്ന് പെർമിഷൻ കിട്ടി. അങ്ങനെ 1962 ഈ സന്യാസ സമൂഹം തുടങ്ങിയത്. അപ്പോൾ കുടുംബ പ്രേക്ഷിതത്വമാണ് ശരിക്കും സഭ തുടങ്ങിയപ്പോൾ ഉണ്ടായ നമ്മുടെ കാരിസം തന്നെ. അതായത് വീടുകളിലേക്ക് ചെല്ലുക, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളുടെയൊക്കെ കാര്യത്തിൽ. അപ്പോൾ അവരെ ഈശോടെ രക്ഷിക്കുന്ന സ്നേഹം പകർന്നു കൊടുക്കുക. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും 1972 കരിസ്മാറ്റിക് ധ്യാനം വന്നതിന് ശേഷം അച്ഛനെ ധ്യാനമൊക്കെ കൂടി. പിന്നെ അച്ഛൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമായിരുന്നു. ധ്യാന കേന്ദ്രങ്ങൾ തുടങ്ങി. ഇപ്പം നമ്മുടെ സഭയുടെ കാരിസവും നമ്മൾ അതുകൂടെ കൂട്ടിച്ചേർത്തു, കുടുംബ പ്രേക്ഷിതത്വവും വചനപ്രഘോഷണവും. ഇതാണ് മെയിൻ കാരിസം. പിന്നെ ആ കൂട്ടത്തിൽ നമ്മുടെ മറ്റ് ഇതര പ്രേക്ഷിത പ്രവർത്തനങ്ങളുണ്ട്. ചെറിയ സ്കൂളുകളുണ്ട്, ഹോസ്പിറ്റലുണ്ട്, പിന്നെ ലെപ്രസി സെൻ്ററുണ്ട്, പിന്നെ ഓർഫനേജുകൾ, അനാഥാലയങ്ങൾ, പിന്നെ പ്രസ്, പിന്നെ മീഡിയയുടെ പ്രവർത്തനങ്ങൾ. ഇതൊക്കെ ഇപ്പോൾ ചെറിയ ഇതര പ്രേക്ഷിത പ്രവർത്തനങ്ങളുണ്ട്. മെയിനായിട്ട് നമ്മുടെ കാരിസം കുടുംബ പ്രേക്ഷിതത്വവും വചനപ്രഘോഷണമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും പരിചയമുണ്ടല്ലോ ഷാലോം മിനിസ്ട്രിയൊക്കെ. അപ്പോൾ ഷാലോം ശരിക്കും തുടക്കം കുറിക്കാൻ ഒരു കാരണം വർക്കേസൻ തന്നെയാണ്. കാരണം ബെന്നിസാറിന് പ്രചോദനം കിട്ടി. ബെന്നിസാർ വന്ന് വർക്കേസിനോട് ഈ കാര്യം സംസാരിച്ച് എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ചായിരുന്നു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ അടുക്കൽ ഇത് പറഞ്ഞപ്പോൾ പ്രാർത്ഥനാപൂർവ്വം അച്ഛനും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത് ദൈവഹിതമാണ്. അങ്ങനെയാണ് ബെന്നിസാറിന് മുൻപ് അച്ഛനിലൂടെ പരിശുദ്ധാത്മാവ് ഉറപ്പ് കൊടുത്തു, ഇത് തുടങ്ങിക്കോ, നല്ലതാണ്, ദൈവം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് ഷാലോം മിനിസ്ട്രിക്ക് തന്നെ തുടക്കം കുറിച്ചത്. അപ്പോൾ സിസ്റ്ററെ, നമുക്ക് ബാക്കി കുറച്ച് സിസ്റ്ററേയും കൂടെ ഒന്ന് കാണണം. ഞങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താം ബാക്കിയുള്ള. തീർച്ചയായിട്ടും. ഇവിടെ വന്നിരിക്കുന്ന ഒരു സിസ്റ്ററും ഉണ്ട്, സിസ്റ്റർ ഐലിൻ. ആ സിസ്റ്ററിനെ ഇപ്പം കൂടെ തന്നെ ഉള്ളതുകൊണ്ട് പരിചയപ്പെടുത്താൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. കാരണം എന്ന് ചോദിച്ചാൽ ജൂനിയർ സിസ്റ്ററാണ്. പക്ഷെ ഞാൻ ഓർക്കുന്നു, ഞാൻ ഈ കരിസ്മാറ്റിക് KST ഉണ്ട്, കേരളത്തിലെ സർവീസ് ടീം KST എന്ന് പറഞ്ഞതാണല്ലോ കരിസ്മാറ്റിക്കിൻ്റെ. അപ്പോൾ ആ ഒരു സർവീസ് ടീമിൽ അങ്ങ് പറഞ്ഞ അന്ന് കൂടെ ശുശ്രൂഷ ചെയ്തായിരുന്നു ഒരു ഗീതയും ഷാജനും. അപ്പോൾ ഈ ഷാജൻ ചേട്ടനും ഗീത ചേച്ചിയുടെ മകളാണ് ഐലിൻ. അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾക്ക് കരിസ്മാറ്റിക് മേഖലയിൽ നല്ലൊരു ബന്ധവും പരിചയം ഉണ്ടായിരുന്നു. പക്ഷേ ആൾ BTech ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഡിസൈൻമെൻറ്റ് നമ്മുടെ ധ്യാനകേന്ദ്രത്തിൽ വരുന്നതും. ഐലിൻ ഈ കൊച്ച് പിന്നെ തീരുമാനമെടുത്തു, സിസ്റ്ററായി. ഐലിൻ നമ്മുടെ കൂടെയുണ്ട്. ആ സിസ്റ്ററിനെ പരിചയപ്പെടുത്താൻ സിസ്റ്ററിൻ്റെ മാതാപിതാക്കളും എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരും അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യും. പിന്നെ ആരാ സിസ്റ്ററെ പരിചയപ്പെടുത്തുന്നത്? പിന്നെ ഐലിൻ സിസ്റ്ററിനെ കൂടാതെ ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട്. ഈ വർഷം തന്നെ ഈ നവംബർ മാസത്തിൽ ഫസ്റ്റ് പ്രൊഫഷൻ കഴിഞ്ഞ സിസ്റ്റർ റോസന. സിസ്റ്ററും ഈ ഷാലോമുമായിട്ട് നല്ല ബന്ധത്തിലുണ്ടായിരുന്നൊരു ആളാണ്. ഷാലോമിലായിരുന്നു അമ്മ ശുശ്രൂഷ ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പരിചയപ്പെടുന്ന ആൾക്കാരെ തന്നെയാണ് കിട്ടിയേക്കുന്നത്. പരിചയപ്പെടാം. ഓക്കെ.
നമ്മുടെ കൂടെ സിസ്റ്റർ ഐലിൻ ഉണ്ട്, പേരൻസും ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. സിസ്റ്റർ തന്നെ ഒന്ന്. ഞാൻ ബിടെക് കഴിഞ്ഞിട്ടാണ് സിസ്റ്റർ ആവാനായിട്ട് ജോയിൻ ചെയ്തത്. ഇപ്പോൾ എംടെക് ചെയ്യുന്നു. ഞങ്ങളുടെ വീട് ആലുവയിലാണ്. എൻ്റെ അപ്പ ഷാജൻ വർഗീസ്, അപ്പ ബിസിനസ് ചെയ്യുന്നു. അമ്മ ഗീത ഷാജൻ, അമ്മ അപ്പേനെ ബിസിനസ്സിൽ സഹായിക്കുന്നു. പിന്നെ എനിക്ക് 2 സഹോദരങ്ങളാണ്. ചേച്ചി ഈവ്ലിൻ, ഷീസ് മാരീഡ്, ആലപ്പുഴയിലാണ്, ഡെൻറ്റിസ്റ്റാണ്. പിന്നെ ഹസ്ബൻഡിൻ്റെ പേര് അച്ചു ചേട്ടൻ, ബിസിനസ് ചെയ്യുന്നു. അവർക്ക് 2 മക്കൾ, മെറിയും എസബെല്ലും. പിന്നെ എനിക്കൊരു അനിയനുണ്ട്, ഇമ്മാനുവൽ. അവൻ കാനഡയിലാണ് വർക്ക് ചെയ്യുന്നത്. ചെറുപ്പം മുതലപ്പോൾ സിസ്റ്ററിന് ഇങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നോ ഒരു കന്യാസ്ത്രീ ആവണമെന്ന്? ഇല്ല, ചെറുപ്പം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്? ഡെവലപ്മെൻറ്റ് ഇൻ ദ സെൻസ്, ചെറുപ്പത്തിലൊരു കാര്യം ഞാൻ ജനിച്ച സമയത്ത് ഉണ്ടായൊരു കാര്യം അമ്മ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ജനിച്ച സമയത്ത് അവിടെ ലേബർ റൂമിലുണ്ടായ സിസ്റ്റർ എന്നെ കയ്യിലെടുത്തിട്ട് ഈശോയ്ക്കുള്ള കുഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഒരു പെക്യുലർ ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ആ ഒരു തോട്ട് ഇങ്ങനെ ചിന്തിക്കുമ്പം എങ്ങാനും വിളി ഉണ്ടോ എന്ന് ഒരു ഡൗട്ട് കേൾക്കുമായിരുന്നല്ലേ അമ്മ പറഞ്ഞ് അറിയായിരുന്നു. അമ്മ പറഞ്ഞു ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അറിയായിരുന്നു, പക്ഷേ ഷി ഡിഡ്ന്റ് വാണ്ട് മീ ടു ബിക്കം എ സിസ്റ്റർ. അങ്ങനെ ഒരു കാര്യം അമ്മ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ജനിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ള. പക്ഷേ അത് തന്നെ ദൈവവിളി ഉണ്ടോയെന്ന് ചിന്തിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചിരുന്നു. പക്ഷേ എനിക്ക് എൻ്റേതായിട്ടുള്ള പാഷൻസ് അച്ചീവ് ചെയ്യാനായിട്ടുള്ള കുറേ ഡ്രീംസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2014 ഞാൻ ബിടെക് കഴിഞ്ഞു. 2015 എൻ്റെ ചേച്ചിയുടെ കല്യാണം. ഞങ്ങൾ തമ്മിൽ വലിയ ഏജ് ഡിഫറൻസ് ഇല്ല, ഒരു 1.5 years അത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ ഒബ്വിയസ്ലി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആലോചനകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ വാട്ട് ഐ ആം സപ്പോസ് ടു ഡു വിത്ത് മൈ ലൈഫ്. ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടായിരുന്നു, ഏതാണ് എൻ്റെ വിളി എന്നുള്ളതിനെക്കുറിച്ചൊരു ചിന്ത. ചെറുപ്പം മുതലേ ഇങ്ങനെ ആനുവൽ റിട്രീറ്റ്സ്, ക്രിസ്ത്യൻ ധ്യാനങ്ങൾക്ക് സ്ഥിരം പോകുമായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ധ്യാനിക്കാൻ പോയപ്പോഴേക്കും ഇങ്ങനെ ഒരു 139 സങ്കീർത്തനം ഡെയിലി വായിക്കണമെന്ന് കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തുടങ്ങി ത്രൂ ഔട്ട് ഞാൻ വായിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ആയിരിക്കേണ്ട സ്ഥലത്ത് ഞാൻ ആയിരുന്നില്ലെങ്കിൽ എനിക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരു ഒളിച്ചോട്ടും ഇല്ലല്ലോ. അപ്പോൾ ഐ ഡിഡ്ന്റ് റിയലി വോണ്ട് ടു ബിക്കം എ യോന ഇൻ എനിബഡീസ് ലൈഫ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറേ ചിന്തകൾ അത് വളരുന്തോറും വലുതായി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരോടും ഞാൻ ഷെയർ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ലൈഫിൽ ആ ഒരു ദിസ് ഓർ ദാറ്റ് വേ എന്നുള്ള ഒരു ക്രൂഷ്യൽ മൊമെൻറ്റ് നമ്മളൊരു തീരുമാനം എടുക്കണമല്ലോ. അങ്ങനെ ഒരു സമയം വന്നപ്പോഴേക്കും ഏകദേശം ഒരു 2015 ജൂണൊക്കെ ആയിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് ഞാൻ പള്ളിയിൽ ഒരു വർഷം കുർബാനയ്ക്ക് സൺഡേ പോയപ്പോൾ അന്ന് ഫസ്റ്റ് സൺഡേ ആയിരുന്നു. അപ്പോൾ പിള്ളേർ ഫസ്റ്റ് ഡേ കാറ്റീസത്തിന് ഫസ്റ്റ് ഇയേഴ്സ് 1ാം ക്ലാസ്സിലെ പിള്ളേർ കാറ്റീസത്തിന് വേണ്ടി വരുമ്പോൾ അവരിങ്ങനെ പ്രൊസഷനായിട്ട് വരുമ്പോൾ പരിശുദ്ധാത്മാൻ്റെ ഒരു പാട്ടിങ്ങനെ കേട്ടോണ്ടാണ് അന്ന് ഞാൻ കുർബാനയ്ക്ക് വന്നത്. അപ്പോൾ അത് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത്. 3rd സ്റ്റാൻസ, വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ടവണി തടാകമേ. അപ്പോൾ ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ലൈക്ക് എൻ്റെ ഒരു സിറ്റുവേഷൻ ഞാൻ എൻ്റെ മുന്നിൽ കേൾക്കുന്ന പോലെയായിരുന്നു. ഞാൻ പള്ളി കയറി ഞാൻ കുരിശിലോട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, ഡോണ്ട് യു സീ മീ ലോട്ട് സ്ട്രഗ്ലിങ് ഹിയർ. ഞങ്ങൾ സ്ഥിരം വർഷത്തിലിങ്ങനെ ധ്യാനിക്കാൻ പോകുമ്പോൾ MSMI ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ തന്നെ റിട്രീറ്റ് സെൻറ്റേഴ്സിൽ പോകുമായിരുന്നു. അപ്പോൾ അവിടെയുള്ള സിസ്റ്റർ നിർമ്മൽ എന്ന് പറഞ്ഞ സിസ്റ്ററിൻ്റെ അടുത്ത് സ്പിരിച്വൽ ഷെയറിംഗ് ഒക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ സിസ്റ്ററിനെ എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ഈ പ്രാർത്ഥിച്ച ഈ സമയത്ത് തന്നെ ഷി വാസ് ദെയർ ഇൻ കോഴിക്കോട് പ്രൊവിൻഷ്യൽ ഹൗസിൽ. അപ്പോൾ സിസ്റ്റർ പ്രൊവിൻഷ്യലിനെ കണ്ടിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഗ്രോട്ടോലോട്ട് നോക്കിയപ്പോഴേക്കും എന്നെ വിളിക്കണം എന്നുള്ളൊരു ഇൻസ്പിറേഷൻ സിസ്റ്ററിനുണ്ടായി. അപ്പോൾ അമ്മ അന്ന് കാറിൽ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. യൂഷ്വലി അമ്മ പള്ളിയിൽ വരുമ്പോൾ ഫോൺ എടുക്കാറില്ല. അന്ന് ഫോൺ ഉണ്ടായിരുന്നു. തിരിച്ച് ഞങ്ങൾ കുർബാന കഴിഞ്ഞ് കാറിൽ വന്ന് കയറിയപ്പോഴേക്കും ഫോണിൽ സിസ്റ്ററുടെ 2 മിസ് കോൾ. അപ്പം ഞാൻ ചോദിച്ചു, ഒരു മിനിറ്റ്, സിസ്റ്റർ കോഴിക്കോടും നിങ്ങൾ ആലുവയിലും? ഞങ്ങൾ ആലുവയിൽ. അമ്മ പറഞ്ഞിട്ടാണ് സിസ്റ്റർ വിളിച്ചതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഇല്ല, ഷീ കുഡിൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹർ. അപ്പോൾ സിസ്റ്റർ ഫോൺ എടുത്തിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ സമയം നോക്കി, നമ്മൾ ഒരു ക്യൂരിയോസിറ്റിയിൽ. അപ്പോൾ ഞാനൊരു പ്രാർത്ഥിച്ച ആ ഒരു സമയത്ത് തന്നെ ആണ് സിസ്റ്റർ വിളിച്ചേക്കുന്നത്. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞു, എന്നെ ഇങ്ങനെ വിളിക്കണം എന്ന് തോന്നി. ഗ്രോട്ടോലോട്ട് നോക്കിയപ്പോൾ ഓൾ ഓഫ് എ സഡൻ ഷീ ആസ്ക്ഡ്, ഡു യു വാണ്ട് ടു ബിക്കം എ സിസ്റ്റർ? അപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് വോ, പെട്ടെന്നൊരു ഫയർ ഉള്ളിൽ നിന്ന് വന്നു. എന്താ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചിരുന്ന കാര്യങ്ങൾക്കൊരു ഉത്തരം കിട്ടിയ പോലെ അങ്ങനെ കോഴിക്കോട് ധ്യാനിക്കാൻ വന്നു. സിസ്റ്റർ പറഞ്ഞു സിസ്റ്റർ അപ്പോൾ ധ്യാന സെൻറ്ററിലെ ഡയറക്ടറായിരുന്നു. സിസ്റ്റർ നമുക്കൊന്ന് ധ്യാനിച്ചിട്ട് തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു. ധ്യാനിക്കാൻ വന്നു. അപ്പോൾ അവിടെ തന്നെയാണ് ഫോർമേഷൻ ഹൗസും, സെയിം കോമ്പൗണ്ടിൽ തന്നെ.
ധ്യാനം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു നമുക്ക് തീരുമാനം എടുത്തിട്ട് ഇനി വാട്ട് ആം ഐ സപ്പോസ് ടു ബി, അതൊന്നൊരു ക്ലാരിറ്റി വന്നിട്ട് നമുക്കിനി പ്രൊസീഡ് ചെയ്യാം. ഇപ്പോൾ ഫോർമേഷൻ ഹൗസിൽ ഇപ്പോൾ കമാൻസി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. യു ക്യാൻ ജോയിൻ ദ, ഈ വർഷം വന്ന പിള്ളേരുണ്ട് അവിടെ, അപ്പോൾ ജോയിൻ ചെയ്യാം, എന്നിട്ട് തീരുമാനം എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ആൻഡ് ഐ വെൻറ്റ് ദെയർ, ഐ സ്റ്റേഡ് ഇൻ പ്രയർ ദെയർ. ഞങ്ങളുടെ മിസ്ട്രസ്സിൻ്റെ അടുത്താണ് അന്ന് ധ്യാനിക്കാൻ പോയപ്പോഴേക്കും ഞാൻ കൗൺസിലിങ്ങിന് പോയിരുന്നു. അപ്പോൾ സിസ്റ്റർ ഒത്തിരി ഗൈഡ് ചെയ്തു. അപ്പോൾ ഒരു തീരുമാനം എൻ്റെ ഉള്ളിൽ തോന്നൽ ശക്തമായി വരുന്നുണ്ട്, ഇത് തന്നെയാണ് വിളിക്കുന്നത്. പക്ഷേ ആ ഒരു യെസ് പറയാനായിട്ടുള്ള ഭയങ്കര സ്ട്രഗിൾ, യുനോ ഈ ഒരു പെർസ്പെക്റ്റീവ് ഓഫ് ലൈഫ് എൻ്റെ മനസ്സിലേ ഇല്ലായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ കുറേ കോയിൻസിഡൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ വന്ന് അതിലേക്ക് എന്നെ നയിച്ചത്. ഞാൻ മഠത്തിൽ ചെന്ന സമയത്ത് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എനിക്ക് ആ റീസെൻ്റായിട്ട് എൻ്റെ വളരെ നാളത്തെ ഒരു ആഗ്രഹം സഫലം അണിഞ്ഞൊരു സമയമായിരുന്നു. മൂക്കുത്തിയും സെക്കൻഡ് സെറ്റൊക്കെ കുത്തണം എന്നുള്ള ഭയങ്കര ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ കല്യാണത്തോടനുബന്ധിച്ച് അതൊക്കെ എനിക്ക് കിട്ടിയ സമയമായിരുന്നു. അപ്പോൾ ഒരു സിസ്റ്ററായി കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ബേസിക് കാര്യങ്ങൾ തുടങ്ങി ഞാൻ ഒത്തിരി മാറേണ്ടിയിരിക്കുന്നു. അപ്പോൾ വാട്ട് ഐ സപ്പോസ് ടു ഡു എന്നുള്ളതിന് ഒരു ആൻസർ കിട്ടാൻ വേണ്ടി ഞാൻ ബൈബിൾ എടുത്തപ്പോൾ എനിക്ക് ധനികനായ യുവാവിൻ്റെ ഉപമ, ഒബ്വിയസ്ലി ഇറ്റ് റിയലി ഗോട്ട് കണക്റ്റഡ് വിത്ത് മൈ ലൈഫ്. അവന് ആഗ്രഹം ഉണ്ടായിരുന്നു ഫോളോ ചെയ്യണമെന്ന്, പക്ഷേ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അവസ്ഥ തന്നെ എൻ്റെ മുന്നിൽ കർത്താവ് കാണിച്ചു തന്നെ പോലെ പറ്റൂല കർത്താവേ കൂട്ടി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം ഞാൻ പിന്നെ ബൈബിളൊന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഇതിപ്പോൾ സിനോപ്റ്റിക് ഗോസ്പെൽസിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഒരേ ഗോസ്പെലിലുള്ള സുവിശേഷ ഭാഗം അടുത്ത ഗോസ്പെൽസിൽ എഗെയിൻ ഐ ഗോട്ട് ദ സെയിം പാസേജ് ഫ്രം ദി അതർ ഗോസ്പെൽ. ധനികനായ യുവാവിൻ്റെ ഉപമ തന്നെ വേറെ ഗോസ്പെലിൽ നിന്ന് എനിക്ക് ഞാൻ വിടൂല. ഞാൻ അന്ന് രാത്രി മിസ്ട്രസ് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഷീ ഓൾസോ ഗോട്ട് എ വേർഡ് ഓഫ് ഗോഡ് ഫോർ മീ. അത് വിവാഹ വിരുന്നിൻ്റെ ഉപമ. കർത്താവ് കുറേ പേരെ വിളിക്കുന്നു, പക്ഷെ ദേ ആർ നോട്ട് വില്ലിങ് ടു ഫോളോ ഹിം. വീണ്ടും എൻ്റെ അവസ്ഥ തന്നെ കർത്താവ് എന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ രാത്രിയിലത്തെ സപ്പർ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്നു. അഗെയിൻ ഐ ഓപ്പൺ ദ ബൈബിൾ. അപ്പോൾ എനിക്ക് ഈ വിവാഹ വിരുന്നിൻ്റെ ഉപമ സിസ്റ്റർ ആ കൊട്ടേഷൻ അടക്കം എന്നോട് പറഞ്ഞായിരുന്നു. നേരത്തെ സംഭവിച്ച പോലെ തന്നെ അടുത്ത ഗോസ്പലിൽ നിന്ന് എനിക്ക് സെയിം കിട്ടി. പക്ഷേ അഗെയിൻ ഐ വാസ് നോട്ട് ഏബിൾ ടു മേക്ക് എ ഡിസിഷൻ അപ്പോൺ മൈ ലൈഫ്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങളുടെ ചാപ്പലിൽ മാതാവിൻ്റെ ഒരു വലിയ സ്റ്റാച്ചു ഉണ്ടായിരുന്നു, എന്നേലും വലിപ്പമുള്ളൊരു സ്റ്റാച്ചു. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് വീട്ടിലായിരുന്ന സമയത്ത് ഞാനങ്ങനെ പള്ളിയിലൊക്കെ പോയാലും സ്റ്റാച്യൂസിൻ്റെ അടുത്ത് പോയൊന്നും പ്രാർത്ഥിക്കില്ല. നമ്മളങ്ങനെ ഒരു ഡിവോട്ടഡ് ആയിട്ടുള്ളൊരു ഗേളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോട്ടഡ് ആകും. പിന്നെ ദൈവവിളി, പ്രോത്സാഹനമായി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പോളിസി. അപ്പോൾ അന്ന് ആദ്യമായിട്ട് ഞാൻ മാതാവിൻ്റെ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചു, വാട്ട് ഐ സപ്പോസ് ടു ഡു വിത്ത് മൈ ലൈഫ്. ഞാൻ കുറേ കരഞ്ഞു. ഉള്ളിൽ ഇതാണെന്നറിയാം, എൻ്റെ ചിന്തകളെല്ലാം എന്നെ അതിലോട്ടാണ് നയിക്കണം, പക്ഷെ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ കേട്ട് അവൻ പറയുന്നത് പോലെ ചെയ്യുക. കാനയിലെ കല്യാണം വരുന്നില്ല സംഭവം. അഗെയിൻ ഐ വെൻറ്റ് നിയർ മൈ ബൈബിൾ. ഞാൻ പറഞ്ഞു എനിക്ക് വചനത്തിലൂടെ തന്നെ സ്ഥിരീകരണം വേണം, പക്ഷെ ഇതുവരെ ഞാൻ കേൾക്കാത്തൊരു വചനമായിരിക്കണം. ഞാൻ ബൈബിൾ തുറന്നപ്പോൾ സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 15-16 എനിക്ക് കിട്ടി. അതായത് നിങ്ങളെന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ഞാൻ വചനം കിട്ടിയ ഉടനെ തന്നെ ഞാൻ മിസ്ട്രസിൻ്റെ അടുത്തോട്ട് ഓടി. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഈ ഒരു വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. വെസ്റ്റീഷൻ്റെ സമയത്ത് കാർമികൻ വായിക്കില്ലേ സുവിശേഷ ഭാഗം, 3 ഓപ്ഷൻസ് ഉണ്ട്, അതിലൊന്നാണ് ഇതെന്ന് പറഞ്ഞു. അപ്പോൾ ഐ ഗോട്ട് കൺവിൻസ്ഡ്, ഇത് തന്നെയാണ് എൻ്റെ വിളി. ബട്ട് അഗെയിൻ വെൻ ഐ കെയിം ബാക്ക് ഫ്രം ഹർ റൂം, തിരിച്ച് ഞാൻ ചാപ്പലിലോട്ട് വന്ന വഴി നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വീണ്ടും ഉള്ളിൽ വന്നപ്പോൾ ഇതെല്ലാം എന്നെ കൊണ്ട് പറ്റുമോ, വീണ്ടും ഒരു വടംവലി ഉള്ളിൽ. അപ്പം വീണ്ടും ഉള്ളിൽ നിന്ന് ഞാനിങ്ങനെ കേട്ട്, സ്രഷ്ടാവിനേക്കാൾ ഉപരിയായിട്ട് സൃഷ്ടികളെ നീ സ്നേഹിക്കുമോ. അപ്പോൾ അങ്ങനെ ഞാൻ യെസ് പറഞ്ഞ് പോന്നു. അപ്പോൾ ഡിസേൺമെൻ്റ് ഒക്കെ കഴിഞ്ഞു, നോവിഷ്യേറ്റ് എത്തിയ സമയത്ത് അഗെയിൻ ഐ ഗോട്ട് എ ഡൗട്ട്. അല്ല, അത് സാധാരണയാണല്ലോ, കാരണം നമുക്കിതൊന്ന് ഉറപ്പിക്കാൻ ഇറ്റ് വാസ് എ ലോങ് പ്രോസസ്. അതെന്താ, റിലീജിയസ് ഫോർമേഷൻ ഇസ് എൻ ഓൺ ഗോയിങ് പ്രോസസ് എന്നാണ് ഫസ്റ്റ് നമ്മൾ കേൾക്കുന്ന കാര്യം. അപ്പോൾ ഒരു തീരുമാനം, ഇപ്പോൾ ദൈവവിളി ആ ഒരു മൊമെൻറ്റിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ല. എവറി മൊമെൻറ്റ് വി ഹാവ് ടു സേ യെസ് ടു ലോഡ്, നോ ടു എവറിത്തിങ് എൽസ്. കർത്താവിനോട് യെസ് ആണ്, നോ ടു എവറിത്തിങ് എൽസ്. അപ്പോൾ ഇത് തന്നെയാണോ, അത് വെറും ഒരു ചിന്ത മാത്രമായിരുന്നു. അങ്ങനത്തെ ഒരു വലിയൊരു ക്രൈസിസിൻ്റെ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് 1 month റിട്രീറ്റിൻ്റെ സമയത്തായിരുന്നു. ഞാൻ അപ്പോൾ ഒരു ധ്യാനത്തിന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കുറേ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ചിന്തകളൊക്കെ വന്ന്, യു കാൺട്ട് റിയലി ബി ദിസ് വേ, യു ആർ നോട്ട് യൂസ്ഡ് ടു ദിസ് ഫോർ ദ പാസ്റ്റ് 22 years. അപ്പോൾ ഒരിക്കലും നിന്നെക്കൊണ്ട് ഇത് പറ്റൂല എന്നോട് തന്നെ പറയുന്നത് പോലെ. 1 month റിട്രീറ്റിൻ്റെ സമയമായിരുന്നു. അപ്പോൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പക്ഷേ ഈശോയുടെ
അടുത്ത് പോയിരുന്ന് ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഒരു ചിന്ത ഇങ്ങനെ വന്ന്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം കുറേ ചിന്തകൾ കടന്നു പോകുന്നു. അപ്പോൾ അത് വെറും ഒരു തോട്ടായിരുന്നെങ്കിൽ ഈ ഒരു 4-4.5 വർഷം ഫോർമേഷനിലൂടെ കടന്നു പോകാൻ എനിക്ക് പറ്റില്ലായിരുന്നു. സോ വിത്ത് ദാറ്റ് തോട്ട് ആ ഡിസ്റ്റർബൻസ് എല്ലാം പോയി. പിന്നെ എവറിത്തിങ് വാസ് ക്ലിയർ ആൻഡ് ഐ പ്രൊസീഡഡ് ആൻഡ് 2019 സിസ്റ്ററായി. ഇപ്പോൾ ഒരു സിസ്റ്ററായിട്ട് നിൽക്കുന്നു. അതെ, കുറെ കൺഫ്യൂഷൻസും വലിയൊരു സംഘടനയും കഴിഞ്ഞിട്ടാണ് ഇപ്പൊ സിസ്റ്റർ നിൽക്കുന്നത്. പക്ഷെ ഇപ്പൊ സിസ്റ്ററിനെ ചിരിന്ന് തന്നെ ക്ലിയർ ആണ്. സിസ്റ്റർ എത്രത്തോളം ഇതിൽ കൺഫേംഡ് ആണ്, കൺവിൻസ്ഡ് ആണെന്നുള്ളത്. ആ ഹാപ്പിനെസ് ഞങ്ങൾക്ക് കാണാം. അപ്പോൾ പിന്നെ കുറേ ബുദ്ധിമുട്ടൊക്കെ വന്നാലും സാരില്ലാന്ന് എല്ലാവർക്കും മനസ്സിലാവും. അതെ. അപ്പച്ചാ, നമ്മുടെ ഐലിൻ സിസ്റ്റർ ഇങ്ങനെ സിസ്റ്റർ ആവാൻ പോവാന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചൻ അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്തത്? ആക്ച്വലി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ധ്യാനിക്കാൻ പോയി. ആ വീക്കെൻഡിൽ ഞങ്ങളെ വിളിച്ച് പറയുകയാണ്, ഞാൻ ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞ് വരണുള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ധ്യാനവും കൂടി കൂടാൻ പോവുകയാണ്. സാധാരണ മുരിങ്ങൂർ അങ്ങനെ ഒരു പ്രൊസീജിയറുണ്ട്. അപ്പോൾ പിറ്റേ ആഴ്ച ഞങ്ങൾ ഞായറാഴ്ച ഇയാളെ വിളിക്കാൻ ചെല്ലുമ്പോഴത്തേക്കുമാണ് ഇയാൾ വന്നിട്ട് പറയണത്, എന്നെ മറ്റന്നാൾ, അതായത് ഞായറാഴ്ച വിളിക്കാൻ ചെന്ന ആൾ പറയണത് ചൊവ്വാഴ്ച തിരിച്ച് കോഴിക്കോട് കൊണ്ടാക്കണമെന്നാണ് പറയണത്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ തീരെ പ്രതീക്ഷയില്ലാത്ത ഒരു റിയാക്ഷനായിരുന്നു. പക്ഷേ മനസ്സിൽ അപ്പോൾ ഓർമ്മ വന്നതാണ്, തമ്പുരാൻ അങ്ങനെ ഒരു വിളി തന്നിട്ടുണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്നുള്ളതാണ്. പിന്നെ എനിക്കുള്ളിലൊരു സന്തോഷം തോന്നിയെന്ന് പറഞ്ഞ വേറെ ഒന്നുമല്ല. ഗീതയുടെ ഫാമിലിയിൽ അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഫാമിലിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 തലമുറ അപ്പുറം ഇല്ല. അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല, അച്ഛന്മാർ അല്ലെങ്കിൽ ദൈവവിളി ഉണ്ടായിട്ട് കേട്ടിട്ടില്ല. അപ്പോൾ അതിലൊരു സന്തോഷം തോന്നിയായിരുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരി ശരിക്കും ഇയാൾ പോകുന്നതിൻ്റെ ഒരു വിഷമം ശരിക്കും ഉണ്ടായിരുന്നു. കാരണം അതിന് മുന്നേ 4 മാസം മുമ്പാണ് മൂത്താളുടെ കല്യാണം കഴിഞ്ഞത്. ഇയാളും പോകുന്നു, ആ ഒരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്രയാസം ഉണ്ടായിരുന്നു. അത് അമ്മയ്ക്കും ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം അത് എല്ലാം സന്തോഷമായിട്ട് പരിണമിച്ചല്ലേ? ഇപ്പോൾ തീർച്ചയായിട്ടും, കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരാൾ വളരെ സ്ട്രോങ് ആയിട്ട്, ഒരാൾ മാത്രമല്ല ഈ ഒരു കമ്മ്യൂണിറ്റി മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ള നല്ലൊരു ഉറപ്പുണ്ട്. അത് ഇയാളുടെ താങ്ക്സ് ഗിവിങ് മാസിൻ്റെ അന്ന് അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ രാവിലെ കുർബാന കയറുമ്പോൾ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമെന്ന്. അതിൻ്റെ വലിയ അനുഗ്രഹം ഞങ്ങൾക്കിപ്പോഴും അത് ഫീൽ ചെയ്യുന്നുണ്ട്. അമ്മയോട് ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഈശോയുടെ കുഞ്ഞാന്ന് പറഞ്ഞ് കൈ കിട്ടിയൊരു മോളാല്ലേ? അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നിങ്ങളുടെ കൂടെ 10-22 വർഷം ജീവിച്ചു. പിന്നെ ഒരു ദൈവവിളി അനുഭവം ഒക്കെ ഉണ്ടായി. ഇപ്പം സിസ്റ്ററായി. അപ്പോൾ സിസ്റ്ററുടെ ആ ഒരു ദൈവവിളിയുടെ ആ പ്രോസസ്സിൽ മമ്മി എങ്ങനെയായിരുന്നു സഹായിച്ചത്? ഈശോയ്ക്കുള്ള കുട്ടിയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ അങ്ങനെ ഒരു ഇതിൽ ഒരു സിസ്റ്ററാക്കണം എന്നുള്ളൊരു ഇതിലൊന്നും അല്ല. എൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയല്ലായിരുന്നു. പിന്നെ സിസ്റ്റർ ആവണമെന്ന് പറഞ്ഞു. അത് ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ കർത്താവ് വിളിച്ചെങ്കിൽ പൊയ്ക്കോട്ടെ, അതിനെതിര് പറയാൻ ഞാൻ ആളല്ല. അപ്പോൾ വിഷമം ഉണ്ടായിരുന്നു, നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പ്രാർത്ഥിക്കുമായിരുന്നു നന്നായിട്ട്. എന്ന് വെച്ചാൽ നല്ല വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു സിസ്റ്റർ ആവണം നന്നായിട്ട്. പിന്നെ മറ്റുള്ളവർക്ക് ഒരു സമാധാനം കൊടുക്കണ ഒരു സിസ്റ്റർ ആവണം. അങ്ങനെ ആ 2 കാര്യങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അത് പിന്നെ പ്രാർത്ഥനയിലൊക്കെ പലപ്പോഴും ഞാൻ തിരിച്ചു വിളിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ. പിന്നെ അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ട്, ഇപ്പോൾ ഐലിൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ബൈബിളിൽ മെസ്സേജ് എടുക്കും. അപ്പോൾ എനിക്ക് കിട്ടിയ മെസ്സേജും യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ആ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ കർത്താവ് സംസാരിക്കുമായിരുന്നു ഓരോ സമയത്തും. അപ്പോൾ ഐലിൻ സിസ്റ്ററിൻ്റെ വെസ്റ്റീഷൻ കഴിഞ്ഞു താങ്ക്സ് ഗിവിങ് മാസ് വെച്ചപ്പോഴത്തേക്കും ആ മാസിന് ഹോംലി പറയുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞൊരു ഇതെനിക്ക് നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്ത്. അത് അച്ഛൻ ഇങ്ങനെയാണ് പറഞ്ഞത്, മാതാപിതാക്കൾ മക്കളെ ഈശോയ്ക്കായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ, അവരുടെ ദൈവവിളി അനുസരിച്ച് ജീവിക്കാനായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ അത് വാഴ്ത്തിയും കൊടുക്കാം വാഴ്ത്താതെയും കൊടുക്കാം. വാഴ്ത്തി കൊടുക്കുമ്പോഴാണ് അത് പൂർണ്ണമായിട്ടും ഈശോയ്ക്കാവണത്. വാഴ്ത്താതെ കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് പോരെന്ന് പറയണതിന് തുല്യമാണ്. അതുകൊണ്ട് നിങ്ങൾ അപ്പനും അമ്മയും അപ്പച്ചനും അമ്മച്ചിയും മോളെ വാഴ്ത്തി കൊടുക്കുക എന്ന് പറഞ്ഞു. അതെനിക്ക് നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്തു.
അപ്പം ഞാൻ അപ്പോഴാണ് ശരിക്കും അങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്തത്. പിന്നെ അതുപോലെ ചെറിയ അച്ഛൻ നേരെ വീട്ടിൽ അച്ഛൻ പറഞ്ഞൊരു കാര്യം എനിക്ക് അത് അച്ഛൻ പറയണത് പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും അത് സ്ട്രൈക്ക് ചെയ്ത് അച്ഛൻ മരിച്ചതിന് ശേഷം അതൊരു ഓഡിയോ ക്ലിപ്പായിട്ട് പല പ്രാവശ്യം ഞാൻ കാണാനിടയായി. അപ്പോൾ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ അത് മനസ്സിൽ നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അത് അച്ഛൻ പറഞ്ഞത് എങ്ങനെയാണ്, അമ്മ അച്ഛനാവാൻ പോയതിന് ശേഷം കുറേ സങ്കടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പോയത്. അപ്പോൾ ആ സമയത്തൊന്നും അച്ഛന് നന്നായിട്ട് ഇങ്ങനെ ആയിരിക്കുന്ന ആ ഒരു സ്ഥലത്തൊന്നും നന്നായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. അമ്മ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് വിട്ടുകൊടുത്തപ്പോഴാണ് അച്ഛന് നന്നായിട്ട് അച്ഛനായിരിക്കുന്ന സ്ഥലങ്ങളിൽ നല്ലൊരു അച്ഛനായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്. അത് പല പ്രാവശ്യം കേട്ട കാര്യമാണെങ്കിലും ആ വീഡിയോ ക്ലിപ്പ് എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനായിരുന്നു. അന്ന് തുടങ്ങി ഞാൻ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാൻ, ഇപ്പോഴും പൂർണ്ണമായോ എന്ന് എനിക്കറിയില്ല, പക്ഷേ പണ്ടത്തെ ആ സങ്കടമൊക്കെ മാറി. നേരത്തെയൊക്കെ സങ്കടം ഉണ്ടായിരുന്നു, അത് മാറി. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾ വീട്ടിൽ എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ കുർബാൻ്റെ സമയത്ത് പ്രധാനമായിട്ടും പ്രാർത്ഥിക്കുന്നത് അതിനെ ഒരു വിശുദ്ധിയുള്ള സിസ്റ്ററായിട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ അനുഗ്രഹിക്കണമെന്നാണ്. സിസ്റ്ററുടെ അമ്മ പറഞ്ഞതിലൊരു വലിയ കാര്യമുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സിസ്റ്റേഴ്സിൻ്റെയും അച്ഛന്മാരുടെയും ഒക്കെ പേരൻസിനുള്ള ഒരു എന്താ പറയുക ഒരു ടിപ്പാണ് അല്ലേ. നമ്മൾ പൂർണ്ണമായിട്ടും വാഴ്ത്തി അതങ്ങ് കൊടുക്കുകയാണെങ്കിൽ അത് അവരുടെ ശുശ്രൂഷ ജീവിതത്തെ ഒത്തിരി സ്വാധീനിക്കും, സഹായിക്കും എന്നുള്ളത്. അപ്പൻ്റെയും അമ്മയുടെയും പൂർണ്ണമായിട്ടുള്ള വിട്ടുകൊടുക്കൽ മക്കളെ ഇവിടെ കൂടുതൽ കർത്താവിൻ്റെ തീക്ഷ്ണതയുള്ള ശുശ്രൂഷകരായി മാറ്റും എന്നുള്ളത് അത് ഞങ്ങൾക്കൊരു പുതിയ തിരിച്ചറിവായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. നമ്മുടെ കൂടെ ഉള്ളത് സിസ്റ്റർ റോസ്ന, ഒരു പുതിയ കുഞ്ഞ് സിസ്റ്ററാണ്. സിസ്റ്ററുടെ ഫസ്റ്റ് പ്രൊഫഷൻ കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ച് നാളെ ആയിട്ടുള്ളൂ, നവംബറിലായിരുന്നു. അപ്പോൾ സിസ്റ്ററെ നമുക്കൊന്ന് പരിചയപ്പെടാം. സിസ്റ്ററുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ പപ്പ, അമ്മ, ചേച്ചി, അനിയത്തി അടങ്ങുന്നൊരു കൊച്ചു കുടുംബമാണ്. ഞങ്ങളുള്ളത് ചക്കിട്ടപ്പാറയിലാണ് ഞങ്ങളുടെ വീടുള്ളത്. ഇപ്പം കുറച്ച് നാളത്തേക്കായിട്ട് ഈങ്ങാപ്പുഴ അടുത്ത് ഏലോക്കര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. സിസ്റ്ററിൻ്റെ ഫസ്റ്റ് പ്രൊഫഷൻ ഈ നവംബറിലാണ് കഴിഞ്ഞത്. അപ്പോൾ സിസ്റ്ററിൻ്റെ ദൈവവിളി അനുഭവങ്ങൾ ഒന്ന് പറയാം. ദൈവവിളി അനുഭവം എന്ന് പറയുമ്പം രണ്ട് കാര്യങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് ദൈവവിളിക്ക് വേണ്ടി ആദ്യം ചുവട് വയ്ക്കുന്നതും അതിനെ പരിപോഷിച്ച് വളർത്തുന്നതും ദൈവം തന്നെയാണ്. രണ്ടാമതായിട്ട് ഇതൊരു വലിയ ബിഗ് മിസ്റ്ററിയാണ്. അപ്പോൾ ഒരിക്കലും പറഞ്ഞാൽ നമുക്കത് എവിടെയും കൊണ്ട് എത്തിക്കാൻ പറ്റില്ല. കാരണം ഓരോ ദൈവവിളിയും ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമ്മൾ ഓരോരുത്തരും അനാദിയിൽ ഉടലെടുക്കുന്ന സമയം തൊട്ടാണ് ഓരോ വിളിയും ആരംഭിക്കുന്നത്. അത് കുടുംബജീവിതമാണോ അല്ലെങ്കിൽ സന്യാസമാണോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ ദൈവവിളിയെക്കുറിച്ച് പറയുമ്പം എനിക്ക് പറയാനുള്ളത് ഫ്രം ദ ബിഗിനിങ് ദൈവത്തിൻ്റെ കൂടെ ആയിരുന്ന സമയം തൊട്ടുള്ള കാലഘട്ടമാണ്. അതിനുശേഷം എൻ്റെ ബർത്ത് തൊട്ടാണെങ്കിൽ പറയുകയാണെങ്കിൽ എൻ്റെ അമ്മ പറഞ്ഞു കേട്ടൊരു അറിവുണ്ട്. എൻ്റെ നോർമൽ ഡെലിവറി ആയിരുന്നു ആകേണ്ടത്. ബട്ട് ആ ഒരു ടൈം എത്തിയപ്പോഴും ഡോക്ടർ പറഞ്ഞ ആ ഡേറ്റിൽ അമ്മ ഹോസ്പിറ്റലിൽ ചെന്നു. ബട്ട് പെയിനൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മയോട് പറഞ്ഞു വീട്ടിൽ പൊക്കോ, എന്നിട്ട് അത്യാവശ്യം പണിയൊക്കെ ചെയ്ത് കുറച്ച് പെയിനൊക്കെ ആയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ വീട്ടിൽ വന്നു, പണികളൊക്കെ എടുത്തു. അങ്ങനെ മെയ് 4 മറ്റോ കണ്ട് അമ്മ ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആവുന്നത്, പെയിൻ വന്ന്. മെയ് 5 ഞാൻ ഉണ്ടായി. ആ ഒരു കാര്യം തന്നെ എന്നെ ഒരുപാട് ഫോക്കസ് ചെയ്തൊരു കാര്യമാണ്. കുറച്ച് വലുതായിട്ടാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, അല്ലാണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ തോന്നലൊന്നും ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. കാരണം ഡോക്ടർ വിധി എഴുതിയ ഒരു ഡേറ്റിൽ പോലും അല്ലാണ്ട് ദൈവം ആഗ്രഹിച്ച ഒരു പദ്ധതി പ്രകാരം ആഗ്രഹിച്ച ഒരു ഡേറ്റിൽ സമയത്ത് ഞാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയും ഒരു ദൈവത്തിൻ്റെ ഒരു ടച്ച് ഞാൻ കണ്ടു. അതാണ് ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്യാനുള്ളത്. പിന്നെ ബിഗിനിങ് എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ കുറേ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ചെയ്ത് നിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. 2-3 സ്പോട്ടുകൾ മാത്രം ഞാൻ പങ്കുവയ്ക്കാം. ഒന്ന്, ഷാലോമിനൊരു നല്ല പങ്കുണ്ടായിരുന്നു അതിൽ. എൻ്റെ അമ്മ ഷാലോമിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു നല്ല ഏജിൽ എൻ്റെ ഒരു 5 വയസ്സ് മുതൽ ഒരു 15 ഇയേഴ്സിൽ വരെ എൻ്റെ അമ്മ ഷാലോമിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ അടുത്താണ് അമ്മ അവിടെ നിന്ന് റിസൈൻ ചെയ്യുന്നത്.
അപ്പോൾ ഈ കാലഘട്ടങ്ങളിലെല്ലാം അമ്മ ഞങ്ങളെ ശാലോമിൽ കൊണ്ടുപോകും. പ്രത്യേകിച്ച് നൈറ്റ് വിജിൽസൊക്കെ പ്രോഗ്രാമിനൊക്കെ വരുമ്പം അമ്മ ഞങ്ങൾ ഫാമിലി ഒരുമിച്ച് പോകുമായിരുന്നു. അമ്മ അവിടെ തന്നെ ഉണ്ട്. അപ്പം ഞങ്ങൾ 4 പേരും ഈവനിങ്ങിൽ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പോകും. അങ്ങനെ പോയി അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഓട്ടവും കളിയും പാച്ചിലും ഒക്കെ ആയിരിക്കും. കാരണം ഓൾമോസ്റ്റ് ഞങ്ങൾ കുറേ പിള്ളേരുണ്ട്. അവിടെ തന്നെ സ്റ്റാഫിൻ്റെ പിള്ളേരും കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളൊരു ലോകമായിരുന്നു. അത് കഴിഞ്ഞ് കുറേ കാലം ഞങ്ങളങ്ങനെ ഓടി നടന്നു. ഒരു നാളിൽ അമ്മ പറഞ്ഞു, ഇനി അങ്ങനെ ഓടിക്കളിച്ചാൽ ശരിയായില്ല, കുറച്ച് വലുതായി വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റുമെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അന്നേരം കുറച്ച് വിഷമമെങ്കിലും പിന്നെ പോരാനുള്ളൊരു ഇതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടൊരു യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അന്നെ പോന്നു. പക്ഷേ അമ്മ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ അടങ്ങി ഒതുങ്ങി വന്നിരുന്നു. അന്നേരം വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു, ഇന്ന് ഇതുപോലെ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇനി അടുത്ത തവണയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ആ ഭീഷണിക്ക് മുമ്പ് ഞങ്ങൾ അടങ്ങി. പിന്നെ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ പോയി ഇരിക്കും, ശാന്തമായിട്ടിരിക്കും. സമയമാകുമ്പോൾ അമ്മ വന്ന ഭക്ഷണത്തിന് വിളിക്കും. 8 മണിയാകുമ്പം 11 മണി വരെയൊക്കെ നീളുന്ന നൈറ്റ് വെച്ചല്ല, പക്ഷേ 8 മണിയാകുമ്പോൾ ഞങ്ങളെ വിളിച്ച് ഞങ്ങൾക്ക് ഭക്ഷണം തരും അമ്മ. പിന്നെ അവിടെ തന്നെ ഇരുന്നോണം ഞങ്ങൾ. അങ്ങനെ ഇരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ടോക്കുകൾ ലിസൺ ചെയ്യാൻ തുടങ്ങിയത്. ഓരോ ടോക്കും കേൾക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഓരോ ടോപ്പിക്കിനെ കുറിച്ച് അവർ സംസാരിക്കുന്നത്. അപ്പം അത് ശരിക്കും പിന്നെ പലരുടെയും ജീവിതാനുഭവങ്ങൾ ടെസ്റ്റ് മണിയൊക്കെ പറയുമ്പം അതിൻ്റെ വേണ്ടി തന്നെ ഒരു സെക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കേൾക്കുമ്പം നമ്മുടെ ആത്മാവിലൊരു സ്റ്റക്കിങ് വരുമല്ലോ. അത് കേൾക്കുമ്പം ഉള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു, എന്നെങ്കിലും ഇവരെ പോലെയൊക്കെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുക, അല്ലെങ്കിൽ ഈശോനെ പങ്കുവെച്ച് കൊടുക്കുക, അങ്ങനെ ഒരു ആഗ്രഹം കയറുന്ന അവിടെ നിന്നാണ്. സുവിശേഷ പ്രഘോഷണം എന്നുള്ള എൻ്റെ വലിയ സ്വപ്നം ഉടലെടുക്കുന്നത് അവിടെ നിന്നാണ്. പക്ഷേ അതിനുവേണ്ടി ഒരു ഫർദർ സ്റ്റെപ്പ് വെക്കാൻ എനിക്കൊരു പറ്റാത്തൊരു ഇതായിരുന്നു. കാരണം ഓൾറെഡി നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വരുമ്പം എന്താ പറയുക, അവിടെ ഈശോനെ കൊടുക്കുക അല്ലെങ്കിൽ ഈശോൻ്റെ നാമമായിട്ട് പറയാന്ന് പറയുന്നത് ശരിക്കും ഒരു കുറച്ചായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള സമയമുണ്ട്. അപ്പോഴൊക്കെ മനഃപൂർവ്വമാണെങ്കിലും ചില സമയങ്ങളിൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. അങ്ങനെയല്ല, ഇതൊക്കെ ഈശോ ചെയ്ത അങ്ങനെ പറയാൻ പറ്റുന്ന കുറേ സാഹചര്യം ഉണ്ടായിട്ടും അതൊന്നും ഏറ്റു പറയാതിരുന്നിട്ടുണ്ട്. അതൊരു നാണക്കേടായിട്ട് ഫീൽ ചെയ്ത് തന്നെ പറയാതിരുന്നൊരു സമയമായിരുന്നു അത്. പക്ഷേ കാലങ്ങൾ പിന്നിട്ടപ്പം ഈശോ തന്നെ പറയിപ്പിക്കാൻ തുടങ്ങി, സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനനുസരിച്ച് അങ്ങനെ കുറേ സിറ്റുവേഷനിലൂടെ വന്നു കഴിഞ്ഞപ്പം മോൾഡ് ചെയ്ത് ഈശോ തന്നെ ഒരു പരിവർത്തിച്ച് തന്നു. ഒരു തീരുമാനം എടുക്കേണ്ട ഒരു ലെവലിലേക്ക് കൊണ്ടുപോയി ഈശോ തന്നെ ആക്കി തന്നു. പിന്നീട് മഠത്തിൽ വന്നതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഓരോ ക്ലാസ്സുകൾ അതിലൂടെയൊക്കെ ദൈവവിളി ഒന്ന് ഉറപ്പിക്കാൻ കാരണമായി. അതൊന്ന് എളുപ്പമാക്കി തന്നു. പിന്നെ വർക്കേച്ചൻ ആരാനും പരിചയപ്പെടാനും അച്ഛൻ്റെ മാധ്യസ്ഥതകൾ വഴി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ദൈവവിളി ഒന്ന് ഉറച്ചു കിട്ടാൻ വേണ്ടി, എനിക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ആ ഒരു ടൈമിലെല്ലാം അച്ഛൻ്റെ മാധ്യസ്ഥതയായിട്ടുള്ള പ്രാർത്ഥനയൊക്കെ എനിക്ക് ഉപകാരപ്പെട്ടു. കാരണം എൻ്റെ കുഞ്ഞിലെ മുതൽ എൻ്റെ എയിം എന്തോ, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഈശോ എനിക്ക് നിറച്ചു തന്ന ഒരു ബോധ്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഉടലെടുത്ത ചില സ്വപ്നങ്ങൾ, അതൊക്കെ എൻ്റെ കോൺഗ്രേഷനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പം എനിക്ക് ഒരുപാട് സാമ്യം തോന്നി. അങ്ങനെ ഞാൻ കുറച്ച് സൈനുകളൊക്കെ ചോദിച്ചു. അപ്പോൾ ഈശോ അതിനുള്ള സൈനൊക്കെ എനിക്ക് തന്നു. അപ്പോൾ എനിക്ക് ഫിക്സായി. പിന്നെ സന്തോഷത്തോടെ എൻ്റെ സന്യാസത്തിൽ ഞാൻ തുടങ്ങുന്നു. ഇപ്പോൾ സിസ്റ്ററിൻ്റെ ഷെയറിങ്ങിൽ നിന്ന് ഞാൻ സത്യം പറഞ്ഞാൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത കുറച്ച് പോയിന്റുകൾ എന്ന് പറയുന്നത്, ഒന്ന്, സിസ്റ്റർ എത്രത്തോളം വചനത്തെ മുറുകെ പിടിച്ചാണ് മുന്നോട്ട് നീങ്ങിയെന്നുള്ളത്. പിന്നെ സിസ്റ്റർ പറഞ്ഞ വലിയൊരു പോയിൻ്റാണ്, സിസ്റ്ററിൻ്റെ ബലഹീനതയിലാണ് കർത്താവിനെ പിടിക്കാനൊരു അവസരം സിസ്റ്റർ കണ്ടെത്തിയത്. ഇപ്പോൾ ഈശോ അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ കുറേ പേര് ഇതുവരെ ഞങ്ങൾ സിസ്റ്റർമാരെ കണ്ടവരുടെ ജീവിതത്തിലൊക്കെ അവരും ഷെയർ ചെയ്തൊരു വലിയൊരു പോയിൻ്റാണ്, അവരുടെ ബലഹീനതയിൽ അവർ തളർന്നു പോകുമെന്ന് വിചാരിച്ച സ്പോട്ടിലാണ് ഈശോ ഒരു കൈകൊണ്ട് വന്ന് അവരെ പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. അതുപോലെ ഈ കാലഘട്ടത്തിലുണ്ടല്ലോ, ഇങ്ങനെ ഈശോയോട് സ്നേഹം തോന്നി, പിതാവായ ദൈവത്തോട് സ്നേഹം തോന്നി, എന്നാൽ പിന്നെ ജീവിതം മുഴുവൻ കൊടുത്തേക്കാന്ന് വന്ന് അങ്ങനെയൊക്കെ ഭയങ്കര ഒരു തിരിച്ചറിവാട്ടോ സിസ്റ്റർ. എനിക്കൊന്ന് കാണുന്ന എല്ലാവർക്കും അതായിരിക്കും. നമ്മുടെ ഇത്രയും എന്താ പറയുന്നത് സെൽഫ് എക്യുപ്ഡ് ആവാൻ നമുക്ക് സാധ്യതയുള്ള ഈ കാലഘട്ടത്തിലെല്ലാം അങ്ങനെ ജീവിതം മുഴുവൻ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയല്ലേ. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി സിസ്റ്ററിനെ പരിചയപ്പെടാൻ പറ്റിയതിൽ. ഒത്തിരി തിരിച്ചറിവുകൾ കിട്ടി. താങ്ക് യു സോ മച്ച്.